മച്ചന്മാരെ, നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇതിലൊക്കെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് പ്രോപ്പർട്ടി സംഭവങ്ങളൊക്കെ വരും. ഈ ഒരു പ്രോപ്പർട്ടി ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ പറയുമ്പോൾ ട്രെയിനിങ്, എഡ്യൂക്കേഷൻ, ഒരു മെന്റർഷിപ്പ് എന്നുള്ളത് മസ്റ്റാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊതുവെയുള്ള പ്രോപ്പർട്ടി ട്രെയിനിങ്സിനൊക്കെ അവർ ജനറൽ ഒരു ഓവർവ്യൂ തരും. പിന്നെ കൂടുതൽ 90% അവർ മണി എങ്ങനെ സ്പെൻഡ് ചെയ്യാം, ഏത് നമ്മളെ കോഴ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാവും 90% പറയാം. അപ്പോൾ പിന്നീട് ആണ് അവരെന്ത് ചെറുതായിട്ടൊന്ന് പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരും. നമ്മളൊരു ജാക്കറ്റ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന പോലെയാണ്. നമ്മളിപ്പോൾ ഈ ട്രെയിനിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ജാക്കറ്റ് നമ്മൾക്ക് സ്യൂട്ട് ആണെന്നോ നമുക്ക് ഫിറ്റ് ആണെന്നോ നമ്മൾ കുറേ ഓപ്ഷൻസ് നോക്കിയിട്ടാവും ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ട്രെയിനിങ്ങിനെ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഒരു 2-3 ട്രെയിനിങ്ങിനൊക്കെ നിങ്ങൾ പോയി നോക്കിയിട്ട് അതിൽ ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്നുള്ള ലെവലിൽ നോക്കുക. പൊതുവെ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്രൈസ് ഭയങ്കര ഹൈ ആക്കിയിട്ട് 15,000, 20,000, 30,000, 50,000 പൗണ്ട് എന്നുള്ളതൊക്കെ ആക്കിയിട്ട് അത് പെട്ടെന്നാണ് കുറച്ച് നിങ്ങൾക്ക് ഒരു ഓഫർ എന്നുള്ള ലെവലിൽ വരും. അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഓടിപ്പിടിച്ച് പോയിട്ട് എടുക്കുക എന്നുള്ളതിന് ഉപരി നിങ്ങൾ എന്ത് ചെയ്യുക, അവർ ആ പറയുന്ന സംഭവങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളതൊക്കെ ഒന്ന് ജനറലായിട്ടൊന്ന് ചെക്ക് ചെയ്യുക.